ഹോശ 4 അധ്യായം 11 മുതൽ 19 വരെ തിരുവചനങ്ങൾ പറക്കുമോ. അവർ കർത്താവിനെ ഉപേക്ഷിച്ചുവല്ലോ. വ്യഭിചാരവും വീഞ്ഞും ലഹരിയും അവരുടെ മനസ്സിനെ നശിപ്പിക്കുന്നു. എൻ്റെ ജനം തടികൃഷ്ണത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗത്തിൻ്റെ ആത്മാവ് അവരെ വഴിപിഴപ്പിച്ചു. അവർ അവരുടെ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മലമുകളിൽ അവർ ബലിയർപ്പിച്ചു. കുന്നിൻപുറങ്ങളിൽ തണലുള്ള കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും കീഴിൽ ധൂപാർപ്പണം നടത്തി. നിങ്ങളുടെ പുത്രിമാർ വ്യഭിചരിക്കുന്നു, നിങ്ങളുടെ ഭാര്യമാരും വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാരും പുത്രഭാര്യമാരും വ്യഭിചരിക്കുന്നതിനെ ഞാൻ ശിക്ഷിക്കയില്ല. എന്തെന്നാൽ പുരുഷന്മാർ തന്നെ വ്യഭിചാരിണികളോട് ചേർന്നും തെരുവ് സ്ത്രീകളോടുകൂടിയും ബലിയർപ്പണം നടത്തുകയും ചെയ്യുന്നു. ബുദ്ധിയില്ലാത്ത ജനം കുലടയെ ആലിംഗനം ചെയ്തു. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നുവെങ്കിലും യഹൂദയെ തെറ്റ് ചെയ്യിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് പോകരുത്, ബത്ത് ആവനിലേക്ക് കയറിപ്പോകരുത്. ദൈവത്താണോ എന്ന് സത്യം ചെയ്യുകയും അരുത്. ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ഇസ്രായേൽ ശഠത കാണിച്ചു. മേച്ചിൽ സ്ഥലത്ത് ഒരു കുഞ്ഞാടിനെ പോലെ കർത്താവ് അവരെ മേയിക്കും. എഫ്രൈം വിഗ്രഹങ്ങളോട് പറ്റിച്ചേർന്നിരിക്കുന്നു, അവനെ വിട്ടുകളയുക. എല്ലാവരും വേശ്യാദോഷം ചെയ്തു. വ്യഭിചരിക്കുന്ന അവരുടെ നേതാക്കൾ മഹിമയേക്കാൾ അവമാനകരമായവയിൽ ഇഷ്ടപ്പെടുന്നു. കാറ്റ് അതിൻ്റെ ചിറകുകൊണ്ട് അതിനെ തകർക്കും. അവരുടെ യാഗപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും. കരുണ നിറഞ്ഞ കർത്താവേ, നിന്റെ വാതിൽക്കൽ മുട്ടുന്ന സകല പാപികളെയും മോചനത്തിന് യോഗ്യരാക്കണമേ. ആമേൻ.